ഉത്തര കർണാടകയിലെ ഷിരൂരിൽ ലാൻഡ് സ്ലൈഡിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള സെർച്ച് 9-ാം ദിവസവും ഇന്ന് അവസാനിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എല്ലാ ചാനലുകളിലും മേജർ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും. അർജുൻ്റെ ലോറി കണ്ടെത്തി. ഇത് പല തംബ്നെയിലും ടൈറ്റിലും ഒക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന് 60 അടി വരെ ആഴത്തിൽ കുഴിച്ചു നോക്കാൻ പറ്റുന്നൊരു എക്സ്കവേറ്ററാണ്. അതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കൃത്യമായിട്ട് ഇന്ന് സെർച്ചും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സോ ഒഫീഷ്യലി കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേഷൻ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് കൃഷ്ണ ബൈരഗൌഡ, അവരുടെ റവന്യൂ മിനിസ്റ്റർ, ഒരു എക്സിലിട്ട പോസ്റ്റാണ്. Update on operation at Shirur landslide. One truck has been definitely located in the water and that the naval deep divers will attempt anchoring shortly. The long arm boomers excavator will be used to dredge the river. Advanced drone based intelligent underground buried object detection system was also deployed for search. The Coast Guard will do a helicopter search for missing bodies in water. ഓക്കെ, ഇത് ഇന്ന് ഉച്ചയ്ക്ക് 3:30 അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രതീക്ഷകൾ കൂടി. ഇപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി കാലത്ത് ഇനിയിപ്പോൾ ഒരു സെർച്ചോ കാര്യങ്ങളൊക്കെ വളരെ പാടായിരിക്കും. കാരണം അവിടെ റെഡ് അലേർട്ടും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോസിബിൾ അല്ല. ആൻഡ് ഡൽഹിയിൽ നിന്നാണ് ഡ്രോൺ സിസ്റ്റം എൻറ്റയർലി വരുന്നത്. സോ ഡ്രോൺ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി അവർക്ക് അർജുൻ്റെ ട്രക്ക് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 2 കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കോർഡിനേറ്റ്സിൻ്റെ ഇടയിലാണ് ഇവർ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ്സ് കിട്ടിയപ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. അത് നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ടു കാണും. കാരണം ഒരു 20 മീറ്ററോ 15 മീറ്ററോ വെള്ളത്തിൽ താഴ്ചയിലാണ് ഈ ട്രക്ക് അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നതാണ് ഒരു ഒഫീഷ്യലിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടി ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. സോ രാത്രി എനിക്ക് തോന്നുന്നില്ല പോസിബിളാണ്. നാളത്തേക്ക് നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും ഇതിലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ പറയുന്ന Sir, the weather is too rough to do a rescue now, right? Yeah, now already red alert are there for 3 days in the Uttara Kannada district. From tomorrow, day after tomorrow, and 3 days it is a yellow alert. So that heavy rains are already happening and you are witnessing it. So we are stopping today. No, we are not stopping because of rains. Because it's late. Tomorrow we are switching over the drone based operation tomorrow. Now in the night we cannot do the exact thing. It required a bright light. So morning and the entire equipment is coming from Delhi. Tomorrow they are going to set up the drone station here, work station. So that will take time. So tomorrow by 7 o'clock, 8 o'clock, this operation by the drone technologists will start. Already we have the coordinates where lorry of the Arjun is drifted. We have some satellite images from Navy, and we have some coordinates that we already pinpointed them and we marked them. These experts tomorrow will definitely show the way to us where it is exactly there in a clear manner. So that how to take it, that lorry out is our challenge. That lorry is upside down. So that tomorrow Navy divers, after this drone is identified everything, Navy divers will come and they go into the sea. But that Gangavali river is floating at 20 knots per hour. So that no diver can able to go inside. So we want to change the entire course of the river. That permission is required. So honorable government is also thinking at so any cost. ഓക്കെ, അപ്പോൾ ഒരു ഒഫീഷ്യലിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങളിപ്പോൾ കേട്ടല്ലോ. നാളെ എന്താണെങ്കിലും അവരവരുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി അർജുനെയും റിക്കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നാളത്തെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് പോട്ടെ. വെതർ ആദ്യം വളരെ ക്ലിയർ ആവട്ടെ. റെഡ് അലേർട്ടിൽ നിന്ന് യെല്ലോയിലേക്ക് മാറിയാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഡ്രോൺ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ എന്താണെങ്കിൽ നാളെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ വളരെയധികം കൂടുകയാണ്. ഇന്നിപ്പോൾ അവർ യൂസ് ചെയ്ത് സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻ ബൈ ഇന്ത്യൻ നേവിയാണ്. അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്, കോർഡിനേറ്റ്സ് കണ്ടെത്തിയതും അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ട്രാക്കാണ് അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ അവർ പിൻ പോയിൻ്റ് ആയിട്ട് കണ്ടെത്തിയത് ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ്. നാളെ ഡ്രോൺ സിസ്റ്റത്തിൻ്റെ യൂസും കൂടി ആവുമ്പോഴത്തേക്കും അവർക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും എത്ര മീറ്റർ അടിയിലാണ്, ലൊക്കേഷൻ ഇന്ന സ്ഥലത്ത് പിൻ പോയിൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തടഞ്ഞിട്ട് അവർക്ക് സ്കൂബ ഡൈവേഴ്സിന് പോയിട്ട് അത് ക്രെയിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് വേണം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഹോപ്പ്ഫുള്ളി നാളെ ഒരു റിസൾട്ട് എന്താണെങ്കിലും ഉണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അവിടെ നിൽക്കുമ്പോൾ ഓക്കെ,
ഇപ്പോൾ 10ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി നാളെ ഇതിലൊരു റിസൾട്ട് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഇനി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അറിയാമല്ലോ, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് വ്യക്തികൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഒരുപാട് ഇൻസിഡൻസ് ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട്. ഞാൻ ഈ ബ്ലാസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബ്ലാസ്റ്റ് നടന്നിട്ടില്ല എന്ന് അവർ പറയുന്ന ബോഡി ലാംഗ്വേജിനെ നിങ്ങൾ നോക്കിക്കോ. എന്തോ ഒരു MLA ഒക്കെ വന്നിട്ട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞിട്ട് പോകും. പക്ഷേ അവിടുത്തെ ലോക്കൽസ് എന്താണെങ്കിലും അവർ നുണ പറയില്ലല്ലോ, അവർ കണ്ട് അനുഭവിച്ചവരാണ്. ഞാൻ ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് പറയുന്ന ഇന്നലത്തെ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുമ്പോൾ 2 സൈഡിലേക്കും ചളിയും മണ്ണും വെള്ളവും അങ്ങനെ തെറിക്കും. 2 സൈഡിലേക്കും, ഒരു സൈഡിലേക്ക് മാത്രമല്ല 2 സൈഡിലേക്കും തെറിക്കും നടുന്ന് പൊട്ടി. അപ്പം അങ്ങനെ ചളിയും മണ്ണും കൂടി തെറിച്ചിട്ട് ഈ ലോറി വീണ സൈഡിൽ, അതായത് ആ കടയുടെ കൂടെ ഒലിച്ച് വന്ന് ഈ സൈഡിലേക്ക്, റിവറിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് പതിച്ചിട്ടുണ്ടാവും. ഇനിയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് കിടക്കുമ്പോൾ ചളി വീണ്ടും പോയി അടിയാണ്. പിന്നെ അവിടെ ആദ്യം ഇനീഷ്യൽ ഡേയ്സിൽ നടന്ന് ഇവർ ഈ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റിയ ചളിയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഇടുന്നത് ഈ കട ഒലിച്ചു പോയ സൈഡിലൂടെ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. റിവറിലേക്ക് വന്ന് പതിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ അവർ വീണ്ടും ചളി ഇടുന്നു. ഓക്കെ, അപ്പം ലോറി അവിടെയാണ് എന്നുള്ളതാണ് ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓൾറെഡി ചളിയിലായിരിക്കും ലോറി ഫസ്റ്റ് പോയി കിടന്നിട്ടുള്ളത്. അതിന് മുകളിലൂടെ പിന്നെന്തായി, ടാങ്കർ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ചളി വീണ്ടും തെറിച്ച് കാണും, വെള്ളവും ചളിയുമായിട്ട്. വീണ്ടും അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ചളികൾ വീണ്ടും ഈ ടാങ്കറിൻ്റെ മുകളിൽ തന്നെ കൊടുന്നിടും. ടാങ്കറിനല്ല, ഈ ലോറി ഇരിക്കുന്ന ലൊക്കേഷൻ്റെ മുകളിൽ തന്നെ കൊടുന്നിടും. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാവും ഇത് ഇത്രത്തോളം അവിടെ മഡ് പൈലപ്പായത്, ഇത്രത്തോളം അടിയിലേക്ക് ഈ ഒരു ട്രക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നതും എന്ന് തോന്നുന്നു. നാളെ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽസ് അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് തരട്ടെ. ഇനി ഇതിലുണ്ടായിരുന്ന കുറേ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ കുറേ ആളുകൾ കേട്ട സമയത്ത് ഇത് ഇപ്പം എന്താ ഇങ്ങനെ, അപ്പം അങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ കാര്യമാണ്. ഓക്കെ, ഫോണിൻ്റെ കേസ് ഫോൺ ശരിക്കും ഓണായിരുന്നു, സൈബർ സെൽ അത് ചെക്ക് ചെയ്തിരുന്നു, ഫോൺ ശരിക്കും റിങ് ചെയ്തിരുന്നു. ഇവരെപ്പോഴാണ് അർജുനെ ഫോൺ വിളിച്ചത്? 16-ാം തീയതി രാവിലെയാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത്. എന്നാണ് പിന്നെ ഫോൺ വിളിച്ചപ്പോൾ അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചതെന്നുള്ള സംശയങ്ങൾ. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് ആദ്യം പറയുന്നത് തന്നെ അർജുൻ്റെ ചേച്ചിയാണ്. അവസാനമായിട്ട് എപ്പോഴാണ് അർജുൻ വീട്ടിലേക്ക് വിളിച്ചത്? അവസാനമായിട്ട് 16-ാം തീയതി രാവിലെയാണ് ഇത് സംഭവിക്കുന്നത്. 15-ാം തീയതി രാത്രി അവൻ വൈഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ തന്നെയുള്ള മറ്റ് ലോറി ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് അവൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ പുലർച്ചെ 3:30-ക്കൊക്കെ അവൻ സംസാരിച്ചിട്ടുണ്ട് അന്ന്. അതായത് 16-ാം തീയതി പുലർച്ചെ 3:30 വരെ അവൻ സംസാരിച്ചിട്ടുണ്ട്. ശേഷമാണ് നമുക്ക് പിന്നെ ഫോണിൽ അവൈലബിൾ അല്ല. വൈഫ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഓഫാണ്. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. 7:30-ക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് അമ്മ വിളിച്ചപ്പോൾ ഫോൺ ഓഫാണ്. ഞാൻ രാവിലെ മുതലേ കിട്ടുന്നില്ല. ഒരു 9 മണി, 16-ാം തീയതി ഒരു 9 മണിക്ക് ശേഷം ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഫോൺ തീരെ കിട്ടുന്നില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾക്കൊന്ന് റിങ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെയും ഫോൺ ഞാൻ വിളിച്ചപ്പോൾ പിന്നെ ആരും വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അത്. പിന്നെ ഇന്ന് രാവിലെയും ഫോൺ ഫുൾ റിങ് അടിച്ചു ഇന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എവിടെയോ ഒന്നുണ്ട്, ഫോൺ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ ഫോണിൻ്റെ കാര്യം ആദ്യം പറയുന്നത് പെങ്ങളും, പിന്നെ വിളിച്ച കാര്യം നേരിട്ട് വന്നിട്ട് റിങ് ചെയ്ത കാര്യം പറയുന്നത് വൈഫുമാണ്. അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ആയിട്ടുള്ളത് 19-ാം തീയതിയാണ്. അപ്പോൾ 16-ാം തീയതി ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ പുലർച്ചെ ഫോൺ ഓഫായതിന് ശേഷം വിളിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിൽ വന്നിട്ട് വീണ്ടും ഇതെന്തായി 18-നും 19-നും ഭാര്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 18-ാം തീയതി ഒരു കോള് കണക്റ്റായി, 19-ാം തീയതി വീണ്ടും അവർക്ക് കോള് കണക്റ്റായി എന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ സൈബർ സെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷണത്തിൻ്റെ വഴിയിലൂടെ ചിലപ്പോൾ ക്ലിയർ ആയാലാവും. നെക്സ്റ്റ് ഒരു കാര്യം എല്ലാവരും പറയുന്നത്, ഈ ട്രക്ക് ഓണായല്ലോ ഇതിനിടയിൽ. ട്രക്ക് ഓണായതിനെ കുറിച്ചിട്ട് എന്താണ്, അതായത് ആരാണ് ഈ ട്രക്ക് ഓണായ കാര്യം പറയുന്നത്, എങ്ങനെയാണ് ട്രക്ക് ഓണായി എന്നുള്ളത് ഇവർ കൺഫേം ആക്കിയെന്നുള്ള പല ചോദ്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഈ ട്രക്ക് ഓണായതിനെ കുറിച്ചിട്ട് അധികം പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക മനാഫ്. ഇപ്പോൾ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനാഫ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത്. ഓക്കെ, ഈ ട്രക്ക് ഓണായ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ട്രക്കിൻ്റെ GPS കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിച്ചിട്ടുള്ള മനാഫാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മനാഫിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. മനാഫ് ലോറി ഉടമ ലോറി ഓണായെന്ന് പറഞ്ഞത് ആരെന്ന് അറിയില്ല എന്നാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിലാണെന്നുള്ളത് ഭാരത് ബെൻസിൻ്റെ അവിടുന്ന് റണ്ണിങ്ങിലാണെന്ന് ഭാരത് ബെൻസാർ പറഞ്ഞെന്ന് ആരോ ന്യൂസ് കൂടിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ മൊബൈൽ ഓണായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ
അത് മാത്രം കൺഫേമായ കാര്യമാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു 2 ദിവസം, അത് കഴിഞ്ഞിട്ട് ഓണായി എന്നുള്ളത്. അത് ഞാൻ ന്യൂസ് ചാനൽ നോക്കുമ്പോൾ സൈബർ സെല്ലും സ്ഥിരീകരിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. സൈബർ സെല്ല് മൊബൈലിൻ്റെ കാര്യത്തിൽ സ്ഥിരീകരണം നടന്നിട്ടുണ്ടോ? ഞാനങ്ങനെ ന്യൂസ് കണ്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊന്ന് കമൻറ്റിൽ പ്ലേസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ലോറിയുടെ കാര്യം, ഭാരത് ബെൻസിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടിയ കാര്യം മനാഫ് തന്നെയല്ലേ പറഞ്ഞത്? ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വിവരങ്ങൾ മനാഫിനും ലഭ്യമായി കാണും. അത് മനാഫ് തന്നെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്ന വിവരം ബന്ധുക്കളൊക്കെ പറഞ്ഞിരുന്നു. ഭാരത് ബെൻസ് ഒരു വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതെ, എപ്പോഴായിരുന്നു, എത്ര മണിക്കായിരുന്നു? ഇന്നലെ രാത്രി വരെ ഓൺ ആയിരുന്നു എന്നുള്ള ബെൻസിന്റെ മാനേജർ ഒരു വിളിച്ചു പറഞ്ഞു. ഭാരത് ബെൻസിൻ്റെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഡീറ്റെയിൽസ് മനാഫാണ് പറയുന്നത്. ഭാരത് ബെൻസിൻ്റെ അവിടെ മനാഫിനെയാണ് ഇവിടെ എന്ത് ഉടമ, ലോറി ഉടമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും ദിവസം കണ്ടിട്ടുള്ളത്. മനാഫ് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ ഭാരത് ബെൻസിൽ നിന്ന് എന്ത് കിട്ടുള്ളൂ, ഈ ലോറിയുടെ GPS ലൊക്കേഷൻ അവർ കൊടുക്കൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇത് സാഗർ കോയ ടിമ്പർ എന്നുള്ള പേരുള്ള അവരുടെ കമ്പനീൻ്റെ വണ്ടിയാണ് നമ്മുടെ അർജുൻ ഓടിച്ചിട്ടുള്ള ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട വണ്ടി. ഈ വണ്ടീൻ്റെ ഓണർ മനാഫ് എന്നാണ് നമ്മളെല്ലായിടത്തും കണ്ടതും. മനാഫ് ഓണർ ആയതുകൊണ്ട് തന്നെ മനാഫ് വിളിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഈ ഏഷ്യാനെറ്റിൽ അവർ ഈ ഒരു കാര്യം കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഭാരത് ബെൻസിൻ്റെ അവിടെ വിളിച്ചിട്ട് അന്നൊരു റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഈ വണ്ടി സ്റ്റാർട്ടിംഗ് മോഡിലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഭാരത് ബെൻസിന്റെ ഓഫീഷ്യൽസുമായി ജീവനക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഈ അപകടമുണ്ടായത് 16-ാം തീയതിയാണ്. അന്ന് രാവിലെ 8:49 ഈ വാഹനം ഓഫായിരിക്കുന്നത്. അതിനുശേഷം ഈ വാഹനം ഓണായിട്ടേ ഇല്ല, AC ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ കാരണം ഈ വാഹന ഉടമയ്ക്ക് വേറെ സമാന രീതിയിലുള്ള മറ്റ് 2 വാഹനങ്ങൾ കൂടിയുണ്ട്. ആ വാഹനത്തിന്റെ നമ്പർ കൂടി ഇത് കൃത്യമായ ഒരു ഇതിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി വാഹന നിർമ്മാതാക്കൾക്ക് ഇന്നലെ അയച്ചു കൊടുത്തിരുന്നു. അതുപ്രകാരം ഈ അപകടത്തിൽപ്പെടാത്ത വാഹനത്തിന് നമ്പർ കൂടി നൽകിയിരുന്നു. ആ നമ്പറാണ് ഇന്നലെ ഉച്ചവരെ സ്റ്റാർട്ടിംഗ് മോഡിൽ ആയിട്ടുള്ളത്. ഈ വാഹനം, അതായത് അർജുൻ ഉപയോഗിച്ച അപകടത്തിൽപ്പെട്ട വാഹനം ഈ കഴിഞ്ഞ 16-ാം തീയതി 8:49 ഓഫായി പോവുകയും ചെയ്തിരിക്കുന്നു. ഭാരത് ബെൻസിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് വാഹന ഉടമയാണ്. ഓക്കെ, ഈ വാഹന ഉടമ എന്ന് പറയുന്നത് മനാഫാണെന്നാണ് നമുക്കറിയുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ ഈ പറഞ്ഞ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ വാഹനത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം കണ്ടിരുന്നത് മനാഫാണ്. മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരല്ല ഈ ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടീൻ്റെ KA15A7427 ഭാരത് ബെൻസിൽ കാണിക്കുന്നത്. മുബീൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മുബീൻ. അപ്പം ഞാൻ വിചാരിച്ചു ഈ മുബീൻ ആരാ? നമ്മൾ ഇത്രയും ദിവസം ഓണർ എന്ന് പറഞ്ഞ് കണ്ടത് മനാഫിനെയാണ്. ഇനിയിപ്പോൾ ഒരു കമ്പനിയാണ്, ആ കമ്പനിയിൽ പല ഓണേഴ്സ് ഉണ്ടാവും. പക്ഷേ വാഹന ഉടമ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുന്നിൽ കണ്ടത് മൊത്തം നമ്മൾ മനാഫിനെയാണ്. മനാഫിൻ്റെ തന്നെ വേറെ പേരാണോ മുബീൻ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് മനാഫ് എന്നുള്ളൊരു പേരും ചിലപ്പോൾ മുബീൻ എന്നുള്ളത് ഒറിജിനൽ പേരുമാണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ഓണറുടെ നെയിം മുബീൻ എന്നാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് മുബീൻ എന്നുള്ള പേര് ഞാൻ വേറെ എവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ എൻറ്റയർ ന്യൂസ് മൊത്തം ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ തലയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മുബീൻ എന്ന് പറഞ്ഞ പേര് ഞാൻ എവിടെ മുബീൻ എന്ന് പറഞ്ഞ പേര് എനിക്ക് സ്ട്രൈക്കിംഗ് ആയി. അപ്പോഴാണ് ഞാൻ കുറച്ച് പഴയ, അതായത് ഈ ഇൻസിഡൻറ്റ് തുടക്ക സമയത്തുള്ള അർജുൻ്റെ ഫാമിലീൻ്റെ റിയാക്ഷൻ ഒക്കെ ഈ ന്യൂസുകാരെടുത്ത സമയത്ത് അങ്കോല സ്റ്റേഷനിലേക്ക് അർജുൻ്റെ ഫാമിലി വിളിച്ച ടൈമിൽ അവിടെ ഓൾറെഡി മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ലോറി മിസ്സായതും അർജുൻ മിസ്സായ കേസും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മുബീനാണ് എന്നുള്ളത് അവിടെ ഫാമിലി പറയുന്നുണ്ടായിരുന്നു. 16-ാം തീയതിയാണ് ഞങ്ങളുടെ ബ്രദറിനെ കാണാതെയാവുന്നത്. അന്ന് രാത്രി ഇവനെ വിളിച്ചിട്ട് വീണ്ടും കിട്ടാഞ്ഞപ്പം അനിയത്തി, അവളാണ് രാത്രി അങ്കോല സ്റ്റേഷനിൽ. ഒന്ന് പറയോ? ഞാൻ അങ്കോള സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ഒക്കെ കുറച്ച് ബാരിയർ ആയിരുന്നു, പക്ഷേ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അന്നപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് അവിടെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മുബീൻ എന്ന് പറഞ്ഞ ആള്, അതായത് വിളിച്ചത് ചൊവ്വാഴ്ച 16-ാം തീയതി രാത്രി ഇൻസിഡന്റ് നടന്ന രാത്രി. ഞങ്ങൾ ന്യൂസ് ജസ്റ്റ് യൂട്യൂബിൽ നോക്കി, അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വിളിച്ച് അന്നപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് അവിടെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ. അങ്ങനെ അന്നപ്പം ഒരു ഫോട്ടോ ജസ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അവിടുത്തെ ഒരു പോലീസുകാരന് ഫോട്ടോയും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേഷനിലേക്ക് അങ്കോളയ്ക്ക് ആള് മിസ്സിംഗ് ആണ് എന്നുള്ള കേസ് വിളിച്ച് പറഞ്ഞത് മുബീനാണ്. അപ്പം എനിക്ക് തോന്നുന്നു മുബീൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് അർജുൻ ഓടിച്ച വണ്ടിയുടെ ഓണർ. അപ്പം മേ ബി ഈ പറഞ്ഞ വണ്ടി ഭാരത് ബെൻസിൽ നിന്ന് GPS ലൊക്കേഷൻ വെച്ച് ഓണായി ഓഫായി എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ കാരണം മനാഫും ചിലപ്പോൾ അയച്ചു കാണും,
മുബീനും ചിലപ്പോൾ, കാരണം ഓണർ അയച്ചാലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക. മേ ബി അതിൻ്റെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ഈ മനാഫ് അങ്ങനെ വണ്ടിയുടെ കേസ്. എനിക്ക് തോന്നുന്നു മനാഫിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ വണ്ടിയുടെ GPS കാര്യമൊക്കെ നമ്മൾ അറിയുന്നത് പേഴ്സണലി അല്ലേ. നമ്മൾ ഈ ന്യൂസ് വഴി, ന്യൂസുകാരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവർ പറഞ്ഞതിന് ശേഷമാണ് ന്യൂസുകാർ പിന്നെ അവിടെ ഭാരത് ബെൻസിലും കാര്യത്തിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോഴും ഭാരത് ബെൻസ് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുള്ളത് അതിൻ്റെ ഉടമയ്ക്ക് തന്നെ, അല്ലെങ്കിൽ പോലീസുകാർക്ക് മാത്രമേ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്താണെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയൊരിതിൽ അവർ ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട, വണ്ടി ഓണായിട്ടില്ല. കമൻറ്റ് ബോക്സിൽ ഞാൻ കുറേ കണ്ടു, അപ്പോൾ എങ്ങനെ ചേട്ടാ വണ്ടി 2-3 വട്ടം ഓണായേ? വണ്ടി ഓണായിട്ടില്ല. വണ്ടി ഇൻസിഡൻറ്റ് ഉണ്ടായ സ്പോട്ടിൽ ഓഫായിട്ടുണ്ട്. ആ സ്പോട്ടിലുണ്ടായിരുന്ന ലൊക്കേഷനാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് തെന്നി മാറി ഒരുപാട് മീറ്റർ ഇപ്പുറത്താണ് വണ്ടി വന്ന് വീണിട്ടുള്ളത്. ഓഫായതുകൊണ്ട് വണ്ടി വീണ ലൊക്കേഷൻ GPS കാണിച്ചില്ല. അതാണ് അതിനുണ്ടായിരുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൊബൈലിൻ്റെ കാര്യവും പറഞ്ഞത് വൈഫും ഫാമിലിയും തന്നെയാണ് തുടക്കം മുതൽ. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മൊബൈലിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. മൊബൈൽ മേ ബി ചിലപ്പോൾ തെറിച്ച് വീണ് മണ്ണിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും കടന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ റിങ് ആയതായിരിക്കാം. വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയിട്ട് മൊബൈൽ പുറത്ത് വീഴാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അല്ലാത്ത പക്ഷം മൊബൈൽ ഓഫ് ആവേണ്ടതാണ്. അപ്പോൾ ഓണായി റിങ് ആയത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി വരും ദിവസമുള്ള എന്താ പറയുക, ഇവരുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കൂല. ഇതിൻ്റെ പിന്നാലെ എന്തായാലും അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കും. അതിലെന്താണെന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ കാര്യം സംഗതികളൊക്കെ വ്യക്തമായിട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇനിയൊരു ന്യൂസ് ബൈറ്റ്, ഇന്നുണ്ടായൊരു ചർച്ച അവിടെ വയ്ക്കാം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നേവി ഉൾപ്പെടെ സൈന്യമൊക്കെ അന്ന് തന്നെ ഇത് പുഴയിൽ തന്നെയാണ് ഇനി സാധ്യതയുള്ളത് എന്നവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയതിന് ശേഷം മാത്രം പുഴയിലേക്ക് പോയാൽ മതി എന്ന് കുടുംബങ്ങളടക്കം നമ്മളൊക്കെ പക്ഷേ നമ്മളതിൻ്റെ എല്ലാ സാധ്യതകളും ആരായുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയതിന് ശേഷം പുഴയിലേക്ക് തിരഞ്ഞാൽ മതി എന്നുള്ളൊരു ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഈ നേവിയും സൈന്യമൊക്കെ നേരത്തെ തന്നെ കുറെ കൂടി തെരച്ചിൽ നടത്തേണ്ടത്, തെരച്ചിലിന് ശക്തി കൂട്ടേണ്ടത് പുഴയിലാണെന്നുള്ളൊരു തീരുമാനത്തിൽ അവർ നേരത്തെ തന്നെ എത്തിയിരുന്നു. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ എന്താണ് 1-2-3 ദിവസം ഇനി ചർച്ച ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഏകദേശം ലോറി ഉടമ മനാഫ് എയർ പോയി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ഏറ്റവും കൂടുതൽ എയർ പോകുന്നത് അടുത്ത് രഞ്ജിത്ത് ഇസ്രായേലായിരിക്കും. കാരണം രഞ്ജിത്തിനൊക്കെ ഇനി മിണ്ടിപ്പോവരുത്, നീ എല്ലായിടത്തും ക്യാമറേൻ്റെ മുന്നിൽ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോവായിരുന്നു, നീ എന്തൊക്കെയാണെന്ന് നീ കാണിച്ചു കൊടുത്തത് അവിടെ തന്നെ. ഇവരെല്ലാവരും, രഞ്ജിത്താണെങ്കിലും മനാഫാണെന്നുണ്ടെങ്കിലും അർജുൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പോയിന്റിലാണ് ഈ പ്രതീക്ഷയിലെത്തിയത്. അതായത് ഒന്ന് ആ കൺഫ്യൂഷൻ, വണ്ടി ഓഫ് ഓണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഓക്കെ, അത് അന്നേ ക്ലിയർ ആയിട്ടുണ്ട് ആ കാര്യം. ബട്ട് സ്റ്റിൽ ഇങ്ങനെ പരന്ന് നടന്നു, വണ്ടി ഓഫാണ് ഓണാണ്. അപ്പോൾ ക്യാബിനകത്ത് അർജുൻ കാണുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ ഒരു ഓഫ് ഓണിൻ്റെ സാധനം വന്നത്. പക്ഷെ വെരി ക്ലിയർ ആയിട്ട് 16-ാം തീയതി ഇൻസിഡൻറ്റ്, 19-ാം തീയതി അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു വണ്ടി ഓഫാണെന്നുള്ളത്. രണ്ടാമത് മൊബൈൽ റിങ് ചെയ്തതും ഈ പറഞ്ഞ പോലെ റേഞ്ച് വന്നു പോയോ, അപ്പോൾ ഇത് എവിടെയോ ഇങ്ങനെ ഒരു എയർ പോക്കറ്റിനകത്ത് കുടുങ്ങി കിടക്കുകയാണോ എന്നുള്ള രീതി, അതായത് ക്യാബിനകത്ത് കുടുങ്ങി കിടക്കുക എന്നുള്ളത് ഒരു പ്രതീക്ഷ. ഇതിന് മുകളിൽ ആഡ് ആവുന്നതാണ് GPS ലൊക്കേഷൻ. ഈ GPS ലൊക്കേഷൻ കണ്ടും കിട്ടിയിട്ടാണ് ആരോടി വരുന്നത്, രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ളവർ ഓടി വരുന്നതും, വാഹനത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട മനാഫ് അവിടെ ഓടി പോകുന്നതും, പിന്നെ ഒരുപാട് പേര് അങ്ങോട്ട് ചെന്നതും ഒക്കെ. എന്നിട്ട് ആ ലാൻഡിൽ എത്രയും പെട്ടെന്ന് സെർച്ച് നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, പിന്നെ പോലീസ് ഇവരും തമ്മിലുള്ള ഒരു ഫൈറ്റും ഒക്കെ നമ്മൾ കണ്ടത് ഈ ഒരു GPS ലൊക്കേഷൻ്റെ മുകളിലാണ്. പക്ഷേ ഒരു ചെറിയ കാര്യം എല്ലാവരും മിസ് ചെയ്തത് എന്താ വെച്ചാൽ, GPS ലൊക്കേഷൻ അവിടെ എൻഡ് ആവാൻ കാരണം ഈ മണ്ണ് വന്ന് ചാടി അവിടെ എൻഡായി, പിന്നെ അത് അങ്ങോട്ട് ഒഴുകിപ്പോവും, അത് മാറിപ്പോവും എന്നുള്ളൊരു ഫാക്ട്. അപ്പോഴും കുറേ പേര് പറഞ്ഞു ഇത്രയും ടണ്ണ് വെയിറ്റുള്ള വണ്ടിയാണ്, ഒരിക്കലും നീങ്ങിപ്പോവില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ആദ്യത്തെ 2 ദിവസം അവിടെ ബോഡി റിക്കവർ ചെയ്യാണ് പുഴയിൽ നിന്നുണ്ടായത്. അല്ലാതെ അവിടെ ഒരു തറോ സർച്ചൊന്നും കർണാടക ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് പ്രഷർ പോയി. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു, ശരിക്കും ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞത് റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലാൻഡും റിവറും അപ്പുറത്തെ സൈഡും 3 സൈഡിലായിട്ട് ആ സ്ഥലത്ത് ഒരേ സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ടിയിരുന്നു. പക്ഷെ അതവിടെ നടന്നില്ല. ഇത് ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. അതിനിപ്പോൾ ആരെ മേലിലും കുറ്റം ചാർത്തിയിട്ടോ പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഓക്കെ,
അതാണെങ്കിലും എത്രയും പെട്ടെന്ന് അർജുൻ ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് വരട്ടെ എന്നുള്ള പ്രതീക്ഷയാണ്. ഓക്കെ, ഒരു നല്ല റിസൾട്ട് നാളെ കിട്ടട്ടെ. അർജുൻ്റെ ട്രക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ 10-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയും എന്നുള്ളതാണ് പ്രതീക്ഷ.